ഹലോ ചമാരെ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണം. ഞാനായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരേണ്ട അച്ചായന്റെ അമ്മയ്ക്ക് ഇന്നിപ്പോ ബ്ലഡ് ക്യാൻസർ ആയിട്ട് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. അതായത് എനിക്ക് എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖവും ചികിത്സാ സഹായമായിട്ട് ഞാൻ ഒരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് എന്ന് വെക്കുക. എല്ലാ വാതിലുകളും അടഞ്ഞു, ഇനി പൈസ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പൈസ കിട്ടാൻ വേണ്ടി ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ല, ആ ഒരു സിറ്റുവേഷൻ എനിക്ക് വരികയാണ്. എനിക്ക് ഒരു വഴിയുമില്ലാതെ വരുമ്പോൾ ഞാൻ ഓഫ് കോഴ്സ് നിങ്ങളടുത്ത് ചിലപ്പോൾ ഞാൻ ചോദിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ ആരും സഹായിക്കാനില്ല. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് അല്ലെ ഓഡിയൻസ്, ജനങ്ങളായ നിങ്ങളെ സഹായിക്കാനേ ഉള്ളൂ എന്ന് വെച്ചും കൊണ്ട് ഞാൻ നിങ്ങളടുത്ത് വന്ന് പൈസ ചോദിക്കുകയാണ്. എനിക്ക് ഇത്ര ലക്ഷം രൂപ വേണം, അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞും കൊണ്ട് ഞാനൊരു വീഡിയോ ഇടുമ്പോൾ എന്റെ കരച്ചിൽ കണ്ട് മനസ്സലിഞ്ഞ് സങ്കടം വന്ന് കുറെ ആൾക്കാർ നിങ്ങളെ സഹായിക്കും എന്നെ, അല്ലെ? നിങ്ങൾ ഉറപ്പായിട്ട് എന്നെ സഹായിക്കും, ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ നിങ്ങൾ സഹായിക്കുകയാണ്. അങ്ങനെ എന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയുകയാണ്. ഞാൻ ഓക്കെ ആയിട്ട് തിരിച്ചു വരികയാണ്. വന്നതിന് ശേഷം ഞാൻ നേരെ വന്നിട്ട് ഒരു BMW എടുക്കുകയാണ്. BMW ഒക്കെ എടുത്ത്, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കുന്ന ഓക്കെ, അതിനുശേഷം ഞാനൊരു BMW ഒക്കെ എടുത്ത് ഇറക്കി സെറ്റായിട്ട് കൊണ്ടങ്ങ് ഇറക്കുകയാണ്, മാസൊക്കെ കാണിച്ചും കൊണ്ട്. നിങ്ങൾ എന്നെ എന്ത് പറയും? നിങ്ങള് എന്റെ ചികിത്സയ്ക്ക് എനിക്ക് പൈസ അയച്ചെന്ന് എന്നെ സഹായിച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു BMW ആയിട്ട് ഇറങ്ങുകയാണ്. അപ്പൊ ഞാൻ ചികിത്സിച്ച BMW ഇറക്കിയ ഇതേ ചോദിക്കത്തുള്ളൂ. എന്നെ പള്ളുകളിയുടെ പൂരമായിരിക്കും. നാട്ടുകാരെ മുഞ്ചിച്ചും കൊണ്ട് നീ പൈസ ഉണ്ടാക്കിയിട്ട് BMW ഇറക്കിയല്ലടാ എന്നേ നിങ്ങൾ പറയത്തുള്ളൂ. നിങ്ങളെ ഞാൻ 1% പോലും തെറ്റു പറയത്തില്ല. അതല്ലേ സംഭവിക്കത്തുള്ളൂ. അതുപോലത്തെ സാധനമാണ് ഇവിടെ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ സോജൻ വർഗീസ് തൊപ്പിയുടെ കൂടെ നടക്കുന്ന അച്ചായനെ ഞാൻ പ്രത്യേകിച്ചൊന്നും പരിചയപ്പെടുത്തണ്ട. കുറച്ച് നാളുകൾക്ക് മുന്നേ അച്ചായൻ സ്വന്തം അമ്മാക്ക് വയ്യ എന്ന് പറഞ്ഞും കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അച്ചായൻ മാത്രമല്ല, പലരെയും കൊണ്ട് ആ വീഡിയോ ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ചായൻ എല്ലാവരും പറ്റുന്ന രീതിയിൽ സഹായിക്കണമെന്ന്. എന്തായാലും നമുക്ക് സഹായത്തിലോട്ടൊന്ന് ആദ്യം പോവാം. കുറച്ചധികം എക്സ്പോസ് ചെയ്യാനുണ്ട്. ഹലോ ചമാരെ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണം. ഞാനായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരേണ്ട അച്ചായന്റെ അമ്മയ്ക്ക് ഇന്നിപ്പോ ബ്ലഡ് ക്യാൻസർ ആയിട്ട് ആശ്രമിച്ചിട്ട് ആണ്. ഏകദേശം ഒരു 3 ലക്ഷം രൂപയോളം പിരിഞ്ഞെങ്കിലും ഇനിയും പൈസ വേണം. 5 ലക്ഷത്തോളം രൂപ വേണം അച്ചായന്റെ അമ്മനെ ഇവിടെ നിന്ന് ഇറക്കാനായിട്ട്. അപ്പൊ ആളുടെ കയ്യിൽ ഇനി 1 രൂപ പോലും എടുക്കാനില്ല. ഇതുപോലെ പലരും വീഡിയോ ചെയ്തു. അതായത് അച്ചായനെ സഹായിക്കണം, കടൽ കൊമ്പൻ, തൊപ്പി, പലരും അച്ചായനെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വീഡിയോസും കാര്യങ്ങളും ഇട്ട് ആ സമയത്തുള്ള വീഡിയോയുടെ താഴത്തെ കമന്റ് ബോക്സിൽ എല്ലാം അച്ചായനെ സഹായിച്ചു, എന്നാൽ കഴിയുന്ന ഞാൻ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കമന്റ്സ് മൊത്തം ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ അന്ന് വിചാരിക്കുകയോ ശരി, നല്ല കാര്യം, നടക്കട്ടെ. അങ്ങനത്തെ കമന്റ്സും കാര്യങ്ങളാണ് അന്നേ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ റീസെന്റ് നടന്നിട്ടുള്ളത് വേറൊരു കേസാണ്. എല്ലാവരും കൂടി പറഞ്ഞു അച്ചായന് ഒരുപാട് ആൾക്കാർ പൈസ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ഞാൻ ഇത്ര ഇട്ടിട്ടുണ്ട്, എന്നാൽ കഴിയുന്ന ഇട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അന്നേ വിചാരിച്ചിരുന്നു ആ വീഡിയോയ്ക്കൊക്കെ തന്നെ ലക്ഷക്കണക്കിന് ലൈക്ക് വരേണ്ടായിരുന്നു, വ്യൂസ്, മില്യൺ വ്യൂസും പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല രീതിയിൽ ഫണ്ട് വീഴുന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായി. എന്തായാലും ജീവിക്കട്ടെ, ഓക്കെ, അങ്ങനത്തെ അമ്മയുടെ കേസല്ലേ, ചികിത്സിക്കട്ടെ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലവിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ബാക്കി ഇങ്ങനെ വന്നത് എനിക്ക് തോന്നുന്നു BMW എടുത്തെന്നാണ് തോന്നുന്നതല്ല, BMW എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ BMW എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ്, തേർഡ് ഒക്കെ എടുക്കുമ്പോൾ ഒരു 5 തൊട്ടൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വണ്ടി കിട്ടും. അപ്പൊ അച്ചായൻ എടുത്തിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു 8 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞ് കൊടുത്തു കാണണം എന്നാണ് എന്റെ ഒരു നിഗമനം. വണ്ടി കണ്ടിട്ട് അറിയത്തില്ല അങ്ങേര് എത്ര കൊടുത്തെന്ന്, അങ്ങേർക്ക് തന്നെ അറിയാം. എന്തായാലും അങ്ങേര് BMW കാണാം. അങ്ങനെ BMW പറക്കുകയാണ് നമ്മുടെ അച്ചായൻ. ഒപ്പം ബൈക്ക് ഉണ്ടല്ലോ. പിന്നെന്ത് പറക്കന്നെ. അങ്ങനെ ഞാൻ പറയത്തില്ല കേട്ടോ, എന്തായാലും പോയി ചാവാനൊന്നും. അണ്ണന് കല്യാണം കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യം ഒന്ന് മെനയായിട്ടുണ്ട്. BMW മൊത്തത്തിലൊരു മാറ്റമുണ്ട്. ഇനി സ്ത്രീധനം കിട്ടിയോ ലോട്ടറി അടിച്ചോ എന്താണെന്നൊന്നും ഒരു പിടിയില്ല. എന്തായാലും അത്യാവശ്യം നല്ല മെന വന്നിട്ടുണ്ട്.
പക്ഷെ ഒരു സമയത്ത് വന്നിന്ന് കരഞ്ഞുകൊണ്ട് സ്വന്തം അമ്മയ്ക്ക് ചികിത്സിക്കാൻ പൈസയില്ല, സഹായിക്കണമേ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അന്ന് കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, തന്റെ ഏറ്റവും വലം കൈയായ തൊപ്പി തന്നെ സഹായിക്കത്തില്ലേ, തൊപ്പിക്ക് 3-4 ലക്ഷം വലിയ ഫണ്ടൊന്നും അല്ലല്ലോ എന്നുള്ള രീതിയിലും ഉണ്ടായിരുന്നു. ആ സമയത്ത് തൊപ്പിക്ക് എങ്ങണ്ട ക്രിപ്റ്റോയിൽ എന്താ ഇട്ട് മൊത്തം പോയെന്നൊക്കെ ഉള്ള രീതിയിൽ തൊപ്പി നിൽക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. അറിയത്തില്ല, എന്തോ എവിടെ ഒരു വശപ്പശക എനിക്ക് മണക്കുന്നുണ്ട്. സീരിയസിൽ പറ, ഒരു വശപ്പശക എനിക്ക് മണക്കുന്നുണ്ട്. എന്റെ ഒരു ഒപ്പീനിയൻ ആണ്. ഈ അച്ചായന്റെ അമ്മ സുഖമില്ലാതെ കിടന്ന സമയത്ത് എന്ന സംഘടനയിലെ പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കൊടുക്കാം. അവര് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും അവരും എന്തെങ്കിലും ഫണ്ട് സഹായിച്ചിട്ടുണ്ടാവണം. സായും കാതർ കരിപ്പൊടിയും ഉണ്ട്, പിന്നെ വേറെ 1-2 വ്യക്തികളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവര് സംഘടനാ ബേസിൽ പോയതായിരിക്കണം കാണാൻ. ഇങ്ങനെ കാണുന്നു, സംസാരിക്കുന്നു, അച്ഛൻ്റെ അമ്മയെ കാണുന്നു, മൊത്തത്തിൽ അവർ കണ്ട് സംസാരിച്ച് പിരിയുകയാണ് സുഹൃത്തുക്കളെ. എന്നിട്ട് ഈ പോസ്റ്റിന് താഴെ തന്നെ അച്ഛൻ സായിയുടെ അടുത്ത് മാപ്പൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സായിയായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ആ ഒരു ഇഷ്യൂന് മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് സായി ഇപ്പൊ കാണാൻ പോയപ്പോ ഇട്ടതായിരിക്കണം മേ ബി. പിന്നെ അച്ഛൻ്റെ ഒരു ബൈക്ക് റൈഡ് സൈഡിൽ ഞാൻ കൊടുക്കാം. കാറ്, ബൈക്ക്, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അച്ഛൻ അങ്ങോട്ട് വിലസുക, കാറും ബൈക്കും ആയിട്ടൊക്കെ 2 സൈഡിൽ കൂടി. എന്നാൽ ഇതിന്റെ താഴെ വന്ന കമന്റ്സ് ഒന്ന് വായിക്കാം. ഒരു 500 കൂടി അയച്ചു തരട്ടെ, അവന്റെ അമ്മയുടെ ചികിത്സ ക്യാഷ് ഇട്ട് കൊടുക്കാത്തവർ ഇവിടെ കമോൺ. 5941 ലൈക്ക് ഉണ്ട് കേട്ടോ. അമ്മയുടെ ചികിത്സയ്ക്കുള്ള ക്യാഷ് ആ പോകുന്നത്, അതായത് BMW പറയുന്നത്. ഞാനും അയച്ചിരുന്നു ഒരു 1600. അമ്മയുടെ ചികിത്സ ബിസിനസ്. അമ്മയുടെ ചികിത്സയ്ക്ക് 100 രൂപ ഇട്ട് കൊടുത്തവർ ഇപ്പോൾ ആരായി എന്ന് പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ നല്ലോണം കമന്റ് അടിച്ച് തള്ളുന്നുണ്ട്. അച്ചായന് ഏറലുമാണ്. സീരിയസ്ലി ഇത് കണ്ടപ്പോ എനിക്ക് എങ്ങനെയാണ് തോന്നിയത്, അമ്മയുടെ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞ് പൈസയും മേടിച്ചിട്ട് ഇനി ബാക്കി പൈസ കിട്ടിക്കാണല്ലോ. ഒരുപാട് ഫണ്ട് കിട്ടിക്കാണും. 5 ലക്ഷം രൂപയാണ് ആവശ്യമെങ്കിലും എൻ്റെ ഒരു കണക്കൂട്ടല് നല്ലൊരു ലക്ഷം എമൗണ്ട് വീണിട്ടുണ്ടാവണം. കാരണം അത്രയും ലക്ഷം വ്യൂസ് ഉണ്ടായിരുന്നു. അതിന് താഴെ വന്ന കമന്റ്സും ആ രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് കിട്ടാനാണ് വളരെയധികം ചാൻസ് കൂടുതൽ. ബാക്കി വന്ന പൈസയ്ക്ക് BMW എടുത്ത് കാണും, അല്ലെങ്കിൽ സ്ത്രീ തന്നെ കിട്ടിക്കാണും, അല്ലെങ്കിൽ ലോട്ടറി അടിച്ചാണ്. എന്തൊക്കെയോ അവിടെ മണക്കുന്നുണ്ട്. എന്തായാലും ജാങ്കോ സ്പേസിൽ വന്നൊരു ഇന്റർവ്യൂവിന്റെ കുറച്ച് ക്ലിപ്പ് ഒന്ന് ഞാൻ കൊടുക്കാം. അച്ഛൻ്റെ നക്കിയ പൈസ നക്കണോ. അമ്മയുടെ ചികിത്സക്കായിട്ട് പൈസ ഇട്ട് തന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും പറയണത് ആ കിട്ടിയ ഫണ്ട് കൊണ്ട് കല്യാണം കഴിച്ചവനല്ലേ. കിട്ടിയ ഫണ്ട് കൊണ്ട് കല്യാണം കഴിച്ചൊന്നും ഞാൻ പറയത്തില്ല. കല്യാണം കഴിക്കാൻ വലിയ ചെലവൊന്നുമില്ല. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ചെലവൊന്നുമില്ല കല്യാണം കഴിക്കാൻ. പക്ഷേ BMW എവിടെ നിന്ന് വന്നു, അതൊരു ചോദ്യമാണ്. സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് BMW എടുത്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എടുക്കാൻ വീണ്ടും എളുപ്പമാണ്. ഒരു 5 ലക്ഷം മുതലൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ഏറ്റവും കുറഞ്ഞത്. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അതുകൊണ്ട് അച്ചായൻ BMW എടുത്തപ്പോൾ ആൾക്കാർക്കെല്ലാം മനസ്സിലായി എന്തോ വശപ്പശക മണക്കുന്നുണ്ട്. കടവക്കുളം ക്ഷേത്രത്തിൽ ഒരു കല്യാണം നടക്കുന്നതിന് മാക്സിമം ഒരു 6000 രൂപയാണ് ചിലവുള്ളത്. അതിനിപ്പോൾ അമ്മയുടെ ചികിത്സ സഹായ ഫണ്ടിൽ നിന്നെടുത്ത് കല്യാണം കഴിക്കുന്നത്. പെട്ടെന്നാണ് അറിയുന്നത് ഇതേ കല്യാണം കഴിഞ്ഞു. ഇതെങ്ങനെയായിരുന്നു? എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ ഇവിടെ അമ്മ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പുള്ളിക്കാരത്താണ് ഇതൊക്കെ അറേഞ്ച് ആക്കിയത്. ശരി, അമ്മയാണ്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്, നമ്മളല്ലാതായി മാറുകയാണ്. നമ്മൾ വേറൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയാണ്. ഒരു ഉമ്മ കൊടുക്കാനാണ് ഇത്രയും വലിയ ഇൻട്രോ. അവിടെ ഇവിടെ ഒന്നും അല്ല, ഇത് ലിപ്പ് കിസാ പറയുന്നത്. അങ്ങോട്ട് കൊടുക്കുമാരേട്ടാ. ഏറ്റവും വലിയ വിഷയം അമ്പലത്തിൽ നടന്ന ലിപ് ലോക്ക്. കമന്റിൽ വന്നത് ഞാൻ കണ്ടത് ആർത്തി മൂത്ത് ഭ്രാന്തായതാണ് കളവൻ എന്ന് പറഞ്ഞു. പക്ഷെ ആവശ്യത്തിലധികം കഴിച്ച് തൃപ്തിയായിട്ടുള്ള കളവനാണ്. അതുകൊണ്ട് ആക്രാന്തമൊന്നും എനിക്കില്ല. ആക്രാന്തം ഉണ്ടോ? ആതിരക്കുട്ടീനെ എങ്ങനെയാണ് കിട്ടിയത്? കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് നാളെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. നാളെ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നലെ കല്യാണം കഴിച്ച് കാണിച്ചു കൊടുത്തത്. അമ്മ ആശുപത്രിയിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പബ്ലിക്കിനോട് പൈസ ചോദിക്കേണ്ടി വന്ന ഒരു സിറ്റുവേഷൻ തൊട്ടാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതെ വന്നപ്പോഴാണോ? ഒരിക്കലും ഒരു മാനദണ്ഡം പൈസയാക്കി വെച്ചുകൊണ്ട് ഒരു റിലേഷൻഷിപ്പും സ്റ്റാർട്ട് ചെയ്യുകയോ എൻഡ് ചെയ്യുകയോ ചെയ്യരുത്. കോമഡി പറയണത് നമ്മുടെ നാട്ടിൽ നല്ല അണ്ടിയില്ലാത്ത കാരണം തമിഴ്നാട്ടിൽ നിന്ന് വണ്ടികളെ ഇറക്കുമതി ചെയ്യുന്നു എന്ന് പറഞ്ഞ ഏതൊരു പടത്തിൽ ജഗതി പറയൂല്ലേ, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോൾ. വേറെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മെഴുകലിന് ഒരു കുറവും ഞാൻ കാണുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ചായ, പൈസ ഇല്ല, ഓക്കെ, കല്യാണം കഴിക്കാൻ 6000 രൂപ മതി, പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ BMW എവിടെ നിന്ന് റെന്റിന് എടുത്തിട്ടതാണ്. റെന്റിന് എടുത്താലും കൊടുക്കണ്ടേ അത്യാവശ്യം നല്ല പൈസ? എനിക്ക് അതിലൊരു വശപ്പശ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള ക്ലിയർ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. കാരണം നിങ്ങളെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. കമന്റ് ബോക്സിൽ തന്നെ അത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നല്ല എമൗണ്ട് അയച്ച് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഇപ്പോൾ അത് തിരിഞ്ഞു വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. നിങ്ങൾ ഒരിക്കലും ഇനി BMW എടുക്കാൻ പാടില്ല, ബൈക്ക് എടുക്കാൻ പാടില്ല, ലക്ഷറി ആയിട്ട് ജീവിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഈ ഒരു ഗ്യാപ്പിൽ, ചെറിയൊരു ഗ്യാപ്പിൽ, അമ്മയ്ക്ക് വയ്യാതായതിന് അധിക കാലമൊന്നും ആയിട്ടില്ല, ആവുന്നതിന് മുമ്പ് നിങ്ങൾ കല്യാണം കഴിക്കുന്നു, കല്യാണം കഴിച്ച് BMW ഇറക്കുന്നു, ബൈക്ക് ഇറക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ഓഫ് കോഴ്സ് അത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നതിൽ ഞാൻ ഒരിക്കലും ആൾക്കാരെ തെറ്റു പറയാൻ സാധിക്കത്തില്ല. അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. ആ ഫണ്ട് എടുത്തിട്ട് നിങ്ങൾ കളിച്ച കളിയായിരിക്കണം നാട്ടുകാര് നിങ്ങളുടെ അമ്മയ്ക്ക് ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞ് അയച്ച ഫണ്ട് എടുത്ത് നിങ്ങൾ BMW ഇറക്കി എന്നുള്ള രീതിയിലായി കമന്റ് ബോക്സിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉത്തരം പറയേണ്ടി വരും. കാരണം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവുമല്ലോ. അച്ചായൻ കല്യാണം കഴിച്ചത് ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ ഒന്ന് കൊടുക്കാം, കണ്ടോ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ചായൻ പെണ്ണ് കെട്ടുമെന്ന്. നിങ്ങൾ ഓർക്കുന്നതിൽ തമാശയാണ്, ഇത്ര പെട്ടെന്ന് കെട്ടേണ്ടി വരും, നിങ്ങളവന്റെ കല്യാണമായിരിക്കും. സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ഒരു ഭർത്താവ്, ഇങ്ങനത്തെ ഒരു ഭർത്താവ്. ആതിര എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അവരുടെ പ്രൊഫൈൽ ഞാൻ ഇവിടെ സൈഡിലൊന്ന് കൊടുക്കാം. ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇപ്പൊ തുടങ്ങിയതാണ്, ആതിര അച്ചായൻ എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂ അക്കൗണ്ടാണ്, തുടങ്ങിയതാണ് ഇപ്പോൾ. എന്തായാലും അതൊന്നല്ല ഇവിടത്തെ വിഷയം. അച്ചായ, നിങ്ങൾ ഈ ഫണ്ട് എവിടെ നിന്ന് ഒപ്പിച്ചു BMW ഇറക്കാനുള്ളത്? നാട്ടുകാരുടെ ജെന്യൂൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. കാരണം നിങ്ങൾ അമ്മയെ ചികിത്സിക്കാനായിട്ട് ഒരുപാട് പേര് സഹായിച്ചു, അവർക്കെങ്കിലും നിങ്ങൾ ഉത്തരം കൊടുക്കേണ്ടി വരും. കിടന്ന് മെഴുകാണ്ട് ഇന്റർവ്യൂവിൽ പോയിരുന്ന് ഉരുണ്ട് കളിക്കാണ്ട് അതിനുള്ള ഉത്തരം കൊടുക്കാൻ നോക്ക്. സഹായിച്ച നാട്ടുകാരെ, അവരുടെ ഫണ്ട് എടുത്തിട്ടാണ് ഈ കളി കളിച്ചതെങ്കിൽ അവർക്കത് പിടിക്കത്തില്ല. അവർ തന്നത് നിങ്ങൾക്ക് BMW എടുക്കാനും ബെഞ്ച് എടുക്കാനും അല്ല, നിങ്ങളുടെ അമ്മയുടെ ചികിത്സയ്ക്ക് തന്ന ഫണ്ടാണ്. അപ്പൊ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും, ആ ഫണ്ട് എടുത്തിട്ടാണോ ഈ കളി കളിച്ചത്. ഇനി ചിലപ്പോൾ നിങ്ങൾ ഇതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരും. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അയ്യോ, ഇത് എന്റെ BMW അല്ല, എന്റെ കൂട്ടുകാരന്റെ BMW ആണ്, അവൻ ഇവിടെ കൊണ്ടിട്ടിരുന്നതാണ്, ഞാൻ എടുത്തിട്ടതാണ്, ഓടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വരും. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ റെന്റിന് എടുത്തതെന്ന് വരും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറയും, ഇത് എന്റെ മറ്റേ ഫണ്ടാണ്, ഇത് ചിലപ്പോൾ ഇവളുടെ ഫണ്ടാണ്, അവളുടെ ഫണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വന്നേക്കാം, മേ ബി. എന്തായാലും കൊള്ളാം. അമ്മയെ സഹായിച്ച പൈസയിൽ നിന്നും എടുത്ത് ലാവിഷ് ജീവിതം നയിച്ചെങ്കിൽ എനിക്കത് ഫെയർ ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിച്ചോ. പക്ഷെ നാട്ടുകാർ നിങ്ങളുടെ അമ്മയ്ക്ക് ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് തന്ന ഫണ്ട് എടുത്തിട്ട് വേറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഗുണം പിടിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അച്ചായൻ തന്നെ ഒന്ന് പറയേണ്ടി വരും. പക്ഷെ എനിക്ക് നെഗറ്റീവാണ് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കൊണ്ട് പുതിയ വീഡിയോ ആയിട്ടാണ്.